ജീവിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നല്ലോ ജസ്റ്റിസ് ഫോർ മരിയ ഷഹബാസ് ക്യാമ്പയിൻ. ആ ക്യാമ്പയിനോട് ബന്ധപ്പെട്ട് ഇസ്ലാമിക പക്ഷത്ത് നിന്നുണ്ടായ എതിർ ക്യാമ്പയിനുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. മാനവപക്ഷത്തു നിന്നും ഉണ്ടായ ജസ്റ്റിസ് ഫോർ മരിയ ഷഹബാസ് ക്യാമ്പയിൻ എന്തായിരുന്നെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ സർവ്വസാധാരണമായ സംഭവമായതുകൊണ്ട് അതൊന്നും പൊതുവെ വാർത്തയാകാറില്ല. എന്നാൽ മരിയ ഷഹബാസിൻ്റെ കാര്യം പുറം ലോകത്ത് വാർത്തയായി. അതിന് കാരണം കോടതി വിധിയിലുണ്ടായ നല്ല ഭാര്യയായി ജീവിക്കൂ എന്നുള്ള ജഡ്ജിയുടെ ഒരു ഉപദേശമാണ്. അങ്ങനെ ഒരു പരാമർശം അയാൾ നടത്തിയില്ലായിരുന്നെങ്കിൽ മരിയയുടെ കേസും വാർത്തയാകാതെ പോകുമായിരുന്നു. ഞാൻ ആ സംഭവം ചെറുതായിട്ടൊന്ന് വിവരിക്കാം. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരിലുണ്ടെങ്കിൽ അവർക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിവരിക്കുന്നത്. മരിയ ഷഹബാസ് എന്ന 14 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ 2020 ഏപ്രിൽ മാസം 28 മുഹമ്മദ് നഖാഷ് എന്നൊരു മുസൽമാൻ ഭീകരാന്തരീക്ഷമുണ്ടാക്കി തോക്കിൻ മുനയിൽ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. തുടർന്ന് മരിയയെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതം മാറ്റം നടത്തി അയാളുമായുള്ള വിവാഹവും ബലമായിട്ട് തന്നെ വിവാഹവും നടത്തി. ഈ ആഗസ്റ്റ് മാസം ആദ്യം ലാഹോർ ഹൈക്കോടതി മരിയ ഷഹബാസിനോട് മുഹമ്മദ് നഖാഷിൻ്റെ നല്ലൊരു ഭാര്യയായി ഇനിയുള്ള കാലം കഴിയണമെന്ന് വിധിക്കുകയുണ്ടായി. നിറകണ്ണുകളോടെയാണ് ആ കൗമാരക്കാരി വിധിപ്രസ്താവം കേട്ടത്. തൻ്റെ വീട്ടുകാരുടെ സുരക്ഷയെ കരുതി മൗനം അവലംബിക്കാനേ മരിയയ്ക്ക് കഴിഞ്ഞുള്ളൂ. ഇതേ തുടർന്ന് പാകിസ്ഥാന് പുറത്ത് ഈ വാർത്ത വൈറലാകുകയും മരിയ ഷഹബാസിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ചെയ്തു. ഈ ക്യാമ്പയിൻ സജീവമായതോടെ ചോറിങ്ങും കൂറങ്ങുമായി നടക്കുന്ന കേരളത്തിലെ ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് സാമാന്യം നന്നായി തന്നെ കുരുപൊട്ടാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളുടെ മാതൃകാരാഷ്ട്രമായ പാകിസ്ഥാനെയല്ലേ ഇവർ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തതെന്നും പറഞ്ഞ് അവന്മാരും ഇറങ്ങിയിട്ടുണ്ട് ഒരു കൗണ്ടർ ക്യാമ്പയിനുമായിട്ട്. ഇങ്ങനെ ഒരു സംഭവമേ പാകിസ്ഥാനിൽ നടന്നിട്ടില്ലെന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ കൗണ്ടർ ക്യാമ്പയിൻ. ഇവരതിന് പറയുന്ന ന്യായമാണ് രസം. അങ്ങനെ നടന്നാൽ പാകിസ്ഥാൻ പത്രങ്ങൾ അതൊക്കെ വിസ്തരിച്ചെഴുതില്ലേ എന്നാണ് അവരുടെ ചോദ്യം. പാകിസ്ഥാനിൽ ന്യൂനപക്ഷ സമുദായങ്ങളായ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് വിഭാഗങ്ങളിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തി ഭാര്യയാക്കുന്നതോ അല്ലെങ്കിൽ വിൽക്കുന്നതോ ഒക്കെ വിസ്തരിച്ചെഴുതാൻ തുടങ്ങിയാൽ പാക് പത്രങ്ങൾക്ക് പിന്നെ വേറെ ഒരു വാർത്തയും എഴുതാൻ സ്ഥലം തികയാതെ വരുമെന്ന് ഈ ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇതൊക്കെ അറിയാത്ത മതേതരവാദികളായ അമുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ എതിർ ക്യാമ്പയിൻ നടത്തുന്നത്. അങ്ങനെ എതിർ ക്യാമ്പയിൻ നടത്തിയ ഒരു ഇമ്രാൻ കുഞ്ഞിൻ്റെ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മരിയ ഷഹബാസിന് 14 വയസ്സല്ല 18 വയസ്സായെന്നും പെൺകുട്ടിയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങിപ്പോയതാണെന്നും മാതാപിതാക്കൾ കള്ളക്കേസ് കൊടുത്ത് അവരെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കഥകളാണ് ഈ ഇമ്രാൻ കുഞ്ഞിൻ്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ നൈസായിട്ട് പാകിസ്ഥാൻ നിയമവാഴ്ചയുള്ള രാജ്യമാണെന്ന് വരുത്തി തീർക്കാനും ഈ ഇമ്രാൻ കുഞ്ഞ് പോസ്റ്റിൽ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരാൾ എനിക്ക് ഈ പോസ്റ്റിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ ഒന്ന് കയറി നോക്കണം, അവിടെ ആ ഭയങ്കരമായ നുണയാണ് പ്രചരിപ്പിക്കുന്നത്, പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മറുപടി കൊടുക്കണം, അത് സത്യാവസ്ഥ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ആ പോസ്റ്റിൽ ചെല്ലുന്നത്. അപ്പോൾ ആ പോസ്റ്റിൽ പോയിട്ട് ഞാൻ അയാളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ച് നോക്കി. MBBS ഒക്കെ കഴിഞ്ഞ ആളാണെന്നാണ് പ്രൊഫൈലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ, ചിന്താശേഷിയൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് വളരെ മാന്യമായി തന്നെ ആ പോസ്റ്റിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള സംഗതികൾ എന്താണെന്ന് തെളിവുകൾ സഹിതം കമൻറ്റുകൾ അവിടെ ഇട്ടു. ആ പോസ്റ്റിൽ ഞാൻ ഇട്ടു. അപ്പോൾ ഈ മനുഷ്യൻ തെറ്റിദ്ധാരണ കൊണ്ട് ഇട്ട പോസ്റ്റായിരുന്നെങ്കിൽ ഞാൻ നൽകിയ തെളിവുകൾ പരിശോധിച്ച് നോക്കി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചുള്ള കാര്യമാണ്. ഞാൻ ഈ കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് എൻ്റെ കമൻറ്റുകളെല്ലാം ഡിലീറ്റും ചെയ്തു. ഞാനത് വേറെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കയറിയിട്ട് നോക്കി.
അപ്പോൾ അത് നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇവൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ആരാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഊള, എൻ്റെ ഈ പോസിറ്റീവ് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ലിങ്കുകളൊക്കെ ഇട്ട് ഇങ്ങനെ നിറയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൻ്റെ കമൻറ്റ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം അഫ്ഗാനിസ്ഥാനിൽ പോയി ചാവേറായി പൊട്ടിത്തെറിച്ച ആ കാസർകോട്ടുകാരൻ ഡോക്ടറുണ്ടല്ലോ, ആ കാറ്റഗറിയിൽ വരുന്ന ഡോക്ടറാണ് ഇവനും എന്നുള്ള കാര്യം. ഒരു KP ഇജാസ് എന്ന് പറയുന്ന കാസർഗോഡ് ഡോക്ടർ, നമ്മളൊക്കെ ഡോക്ടർ എന്നുള്ള നിലയിൽ ബഹുമാനം കൊടുത്ത വ്യക്തിയാണ്. അവൻ്റെ അടുത്ത് രോഗികൾ ചികിത്സയ്ക്കൊക്കെ ചെല്ലുമ്പോൾ മതമൊന്നും നോക്കാതെയാണ് അവർ വരുന്നത്. പക്ഷേ ഇവനൊക്കെ കൃത്യമായിട്ട് മതം നോക്കി തന്നെയാണ് രോഗികളെ പരിഗണിച്ചിരുന്നത്. അത്രയും വർഗീയത ഉള്ളിലുണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ പോയിട്ട് ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച് എത്തത്. അപ്പോൾ അതേ കാറ്റഗറി വരുന്നവനാണ് ഇവനും. ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള വർഗീയത ഇതാണ്. അതായത് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാവും ഒരാൾ തിരുത്തുമ്പോൾ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ചില പോസ്റ്റുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുകയും ചിലർ ഇൻബോക്സിൽ പറയും, ചിലർ അവിടെ തന്നെ കമൻ്റ് ഇടും, അനിലെ ഇത് ഫേക്കാണ്, ഇതിൻ്റെ ശരിയായ വശം ഇന്നതാണെന്നൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സോറി പറഞ്ഞ ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യനാണ്, മാനുഷികമായിട്ടുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ എങ്ങാനാണ് ഇവൻ ചെയ്തതെങ്കിൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയിട്ട് അത്രയും വിസ്തരിച്ച് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവൻ ചെയ്തത് അതല്ല. ഞാൻ കൊടുത്ത തെളിവുകളൊന്നും പരിശോധിച്ച് നോക്കുകയല്ല ചെയ്തത്. എന്നെ അവൻ ബ്ലോക്ക് ചെയ്യുകയും ഞാനിട്ട കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വർഗീയതയാണ് അവനതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇവൻ്റെയൊക്കെ സുഹൃത്ത് വലയത്തിലുള്ള മതേതരവാദികളുണ്ടല്ലോ, FB ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആ സുഹൃത്ത് വലയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. റിയൽ ലൈഫിൽ ഇവൻ്റെ സുഹൃത്തുക്കളായി നടക്കുന്നവരുണ്ടല്ലോ, മതേതരവാദികൾ, മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടാ. കാരണം ഭാവിയിൽ NIA ഒക്കെ ചിലപ്പോൾ അന്വേഷിച്ച് വീട്ടിൽ വരും ഇവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലേ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഫേസ്ബുക്കിൽ മാത്രമല്ല, പാകിസ്ഥാനെ വെള്ളപൂശാൻ വേണ്ടി ഇമ്രാൻ കുഞ്ഞുങ്ങൾ യൂട്യൂബിലും സജീവമാണ്. ചില സഹോദരങ്ങൾ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഫസൽ ഗഫൂറൊക്കെ പറഞ്ഞ അസ്ത്രങ്ങളെക്കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇന്ത്യയെ ഇകഴ്ത്താനും പാകിസ്ഥാനെ പൊക്കിക്കാണിക്കാനുമുള്ള ഇവൻ്റെയൊക്കെ അദമ്യമായ ആഗ്രഹം കണ്ടപ്പോൾ ആ വീഡിയോയ്ക്ക് മറുപടി പറയേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനലാണത്. സത്യത്തിൽ ഇത്രയും ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അറേബ്യൻ ജിഹാദി എന്നങ്ങ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. സംഭവം അത് തന്നെയാണ്. അറേബ്യൻ ജിഹാദി ചോറിങ്ങും കൂറങ്ങുമായി നടക്കുന്ന ഒരു ഇമ്രാൻ കുഞ്ഞാണ് ഈ അറേബ്യൻ ജിഹാദി എന്ന് നമുക്ക് അവൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പണം കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ്റെ മുഖം രക്ഷിക്കാനിറങ്ങിയ അവൻ യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ, പ്രമാണങ്ങളൊന്നും പഠിക്കാത്ത, മറ്റ് മതക്കാരോട് സ്നേഹത്തിലും സൗഹൃദത്തിലും ഇടപെട്ട് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ, അങ്ങനെയുള്ളവരോട് ഇവൻ ചെയ്തിരിക്കുന്ന ദ്രോഹം എത്ര വലുതാണെന്ന് വരും നാളുകളിൽ നാം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവൻ്റെ ഈ ഒരു വീഡിയോ പല ക്രൈസ്തവരുടെയും മനോഭാവത്തിൽ വരുത്തിയ മാറ്റം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന പല ക്രൈസ്തവരും ഇവൻ്റെ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്നോട് പറഞ്ഞു, അടുത്ത തിരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് BJPക്കാണെന്ന്. ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ക്രിസ്ത്യാനികളോട് ഇടപെടുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയാത്തവരൊന്നും അല്ല ഇവർ. വളരെ നന്നായി തന്നെ അവർക്കതറിയാം. അവരിൽ പലരും എന്നോട് പറഞ്ഞത്, സംഘപരിവാറായാലും ഇസ്ലാം ആയാലും നമുക്ക് പീഡനം തന്നെയാണ് കിട്ടാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കുറഞ്ഞ പീഡനം ആരിൽ നിന്നാണോ കിട്ടുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്നാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിച്ചത് ഇവൻ്റെ ഈ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവൻ കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് എത്ര ദോഷമാണ് വരുത്തി വയ്ക്കുന്നത് എന്നുള്ള കാര്യം ഭാവിയിലെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പല ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രിസ്ത്യാനിറ്റിയെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വീഡിയോയുടെ ലിങ്കുകൾ അയച്ചു തന്നിട്ട് പല സഹോദരങ്ങളും എന്നോട് പറയാറുണ്ട്, ബ്രദറെ ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് എനിക്ക് പലതും ഏറ്റെടുക്കാൻ പറ്റാറില്ല. എന്നാൽ ഈ അറേബ്യൻ ജിഹാദി മറിയ ഷഹബാസിനെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ കാര്യത്തിൽ കുറേയേറെ പേർ എന്നോട് ആവശ്യപ്പെട്ടു, ഇത് വിട്ടുകളയരുത്, എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇത് വിട്ടുകളയരുത്, ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന്. അത്രമാത്രം രോഷം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അതേ രോഷം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ രോഷം എൻ്റെ ഉള്ളിലും ഉണ്ടായി. പ്രതിപക്ഷ ബഹുമാനത്തോടെ മാത്രമേ ഇന്ന് വരെ ഏതൊരാളുടെ വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ.
അതിപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗമായാലും ശരി, അതല്ല ഇതുപോലെ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആയാലും ശരി, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്നെ നികൃഷ്ടമായ ഭാഷയിൽ ആക്ഷേപിച്ച ആൾക്കാർക്ക് മറുപടി പറയുമ്പോൾ പോലും ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിച്ചിട്ടുള്ളൂ. ആദ്യമായി അതിനൊരു മാറ്റം ഞാൻ ഈ വീഡിയോയിൽ വരുത്തുകയാണ്. കാരണം ഇവൻ അങ്ങനെ ഒരു ബഹുമാനം അർഹിക്കുന്നില്ല. ഈ അറേബ്യൻ ജിഹാദി അങ്ങനെ ഒരു ബഹുമാനം അർഹിക്കുന്നവനല്ല. അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നവരെയും പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും വെള്ളപൂശാൻ വേണ്ടി നിരപരാധികളായ ഇരകളെ പരിഹസിക്കുകയും അവർക്ക് മേൽ പച്ചക്കള്ളങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്ന ഒരുത്തനെ ബഹുമാനിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവനെ ബഹുമാനിക്കാൻ മാത്രം പറയരുത്, അവനത് അർഹിക്കുന്നില്ല. നമുക്ക് ആ ജിഹാദിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിഷയം, ഈ പാകിസ്ഥാനിൽ ഒരു പെൺകുട്ടി, 14 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഒരു മുസ്ലിം തോക്കിൻ മുനയിൽ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചു. അപ്പോൾ കോടതിയിലേക്ക് ഈ കേസ് ചെന്നത്രേ. അതെങ്ങനെയാന്ന് ചോദിക്കരുത്. കാരണം യാതൊരു നിയമം ഇല്ലാത്തൊരു രാജ്യത്ത് പിന്നെ കോടതിയിലേക്ക് കേസ് പോകില്ലല്ലോ. തുടക്കം തന്നെ സമർത്ഥമായി തക്കിയ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ ഇമ്രാൻ കുഞ്ഞ് പാകിസ്ഥാനെ വെള്ളപൂശാൻ നോക്കുന്നത്. പക്ഷേ ആ വാദം ഒരു സ്ട്രോമാൻ ആർഗ്യുമെൻ്റായി പോയി എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാനിൽ നിയമമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ നിയമമില്ലെന്ന്. പാകിസ്ഥാനിൽ നിയമമുണ്ട്, പക്ഷെ അത് മതനിയമമാണ്. പാകിസ്ഥാനിലെ ഭൂരിപക്ഷത്തിന് അനുകൂലവും ന്യൂനപക്ഷത്തിന് പ്രതികൂലവുമാണ് ആ നിയമം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ പാകിസ്ഥാനിൽ നിയമമില്ലെന്നല്ല. അപ്പോൾ ഞങ്ങളാരും പറയാത്തൊരു കാര്യം ഇവ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് സ്ട്രോമാൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസിയാണ്. ഏതായാലും നമുക്ക് ഇവൻ പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. ഇത് കേസ് കോടതിയിലേക്ക് പോയി. അപ്പൊ ജഡ്ജി പറഞ്ഞു, നല്ല കുട്ടിയായിട്ട് ഭർത്താവിന്റെ കൂടെ ജീവിച്ചോ എന്നും പറഞ്ഞ് ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ കൂടെ തന്നെ, ആ പെൺകുട്ടിയുടെ പേര് മറിയ ഷഹബാസ് എന്നാത്രേ. അപ്പൊ ആ പെൺകുട്ടിയെ ഈ കോടതി, ഈ ക്രൂരമായ ഈ കോടതി, പാകിസ്ഥാനിലത്തെ ക്രൂരമായ കോടതി ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ കൂടെ തന്നെ ജീവിക്കാൻ വിട്ടു എന്നും പറഞ്ഞിട്ട് ഒരു ഭയങ്കര വാർത്ത. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇമ്രാൻ കുഞ്ഞ് പോലും ഞെട്ടിപ്പോയെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? പക്ഷെ ഞങ്ങൾക്കത് കേട്ടപ്പോൾ വിഷമമല്ലാതെ ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്ന നിത്യസംഭവങ്ങളാണ്. ഞെട്ടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇങ്ങനെയുള്ള ഓരോ വാർത്തയ്ക്കും ഞെട്ടാൻ തുടങ്ങിയാൽ പിന്നെ ഞെട്ടൽ ഒഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊന്നിനും നേരം കാണില്ല എന്നതാണ് സത്യം. അത്രമാത്രം ക്രൂരതകൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതെല്ലാം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അവരുടെ ഈ ക്രൂരതകളൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് ഇവനെപ്പോലുള്ള ജിഹാദികൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലായിരുന്നെങ്കിൽ ഇവർ തള്ളി പറഞ്ഞേനെ. ഇവനൊക്കെ പറഞ്ഞേനെ അതൊന്നും മുസ്ലിം, അവരൊക്കെ മുസ്ലിം നാമധാരികൾ മാത്രമാണ്. അവർ ചെയ്യുന്ന കാര്യം ഈ ഖുറാനുമായിട്ടോ അല്ലെങ്കിൽ ഹദീസുമായിട്ടോ ബന്ധമുള്ളതൊന്നുമല്ല. ഖുറാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് അതിനെ ന്യായീകരിക്കാനാണ് വരുന്നത്. അതിനുവേണ്ടി കഥ ചമയ്ക്കുകയാണ് ന്യായീകരിക്കാൻ വേണ്ടി. അതിൻ്റെ കാരണം എന്താണ്? അവരവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഖുർആനിലും ഹദീസുകളിലും ഉള്ള കാര്യമാണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാം. എന്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കിയാലോ എന്തെങ്കിലും ഒരു കൊമൻസ് ഇട്ടാലോ അതിന്റെ അടിയിൽ അപ്പം വരും. എന്നാൽ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനത്തെ മാറിയ ഷഹബാസിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു കൊമന്റ് വരും, കളിയാക്കിക്കൊണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം തട്ടിക്കൊണ്ടുപോയി, അതുകൊണ്ട് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അതിന് ഉത്തരവാദിയാണ് എന്നാണ് പറയുന്നത്. നല്ല ലക്ഷണമൊത്ത ഇരവാദ കരച്ചിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞല്ല ഇവൻ്റെ പ്രേക്ഷകർ ഇവൻ്റെ വീഡിയോകൾക്ക് കീഴിൽ കമൻറ്റുകൾ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ മുസ്ലിങ്ങൾ നടത്തുന്ന എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൻ്റെയൊക്കെ കീഴിൽ പോയി ഓരോരുത്തരും കമൻ്റ് ഇടണ്ടേ? മറിയ ഷഹബാസിനെ കുറിച്ച് നിങ്ങളെന്താ വീഡിയോ ചെയ്യാത്തതെന്നും ചോദിച്ചുകൊണ്ട്. അങ്ങനെ ആരും ചെയ്തില്ലല്ലോ. പിന്നെന്താ ഇവൻ്റെ വീഡിയോകൾക്ക് കീഴിൽ മാത്രം വന്ന് ഓരോരുത്തർ അങ്ങനെ കമൻ്റ് ഇട്ടത്? അതിന് കാരണമുണ്ട്. ലോകത്തുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും ഇവൻ വീഡിയോ ഇറക്കും. ഇവൻ്റെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ വീഡിയോകൾ. പ്രത്യേകിച്ച് ഇസ്ലാമിനൊരു പ്രശ്നം വരുന്ന കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് അപ്പം തന്നെ വീഡിയോ ഇറക്കും. സാമ്പിളിന് ഞാൻ ചിലതൊക്കെ കാണിക്കാം. ഇതാ, അജ്മാനിൽ മഴ പെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഇവൻ വീഡിയോ ഇറക്കി. ഒരു നാട്ടിൽ മഴ പെയ്യുന്നതിനെക്കുറിച്ച് വരെ വീഡിയോ ഇറക്കുന്നവൻ. സക്കീർ നായിക്കിനെ
മലേഷ്യൻ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോഴേക്കും ഇവൻ വീഡിയോ ഇറക്കി. മലേഷ്യൻ ഗവൺമെൻറ് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെന്നേ, നിനക്കെന്താ പ്രശ്നം? നീ വീഡിയോ ഇറക്കേണ്ട ആവശ്യം എന്താ അതിന്? ഇനി സക്കീർ നായിക്കിനെ മലേഷ്യൻ ഗവൺമെൻറ് പുറത്താക്കിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ അതിനും ഇവൻ വീഡിയോ ഇറക്കി. അവർ പുറത്താക്കിയിട്ടില്ലെങ്കിൽ നിനക്കെന്താ, നീ വീഡിയോ ഇറക്കേണ്ട ആവശ്യം എന്താ? ഇനി ബാലിയിൽ പോയി ഇവൻ കാഷ്ടം കാപ്പി കുടിച്ചു, അതിനും ഇവൻ വീഡിയോ ഇറക്കി. നീ കാഷ്ടം കാപ്പി കുടിക്കുക അല്ലെങ്കിൽ കാഷ്ടം തന്നെ കഴിക്കുക, എന്ത് വേണമെങ്കിലും ആകും, ഞങ്ങൾക്കെന്ത്, വീഡിയോ ഇറക്കേണ്ട ആവശ്യം എന്ത്? ഇനി ചൈനയിലെ മുസ്ലിങ്ങൾക്ക് വംശനാശം വരുമോ എന്ന ആരോ സംശയം പ്രകടിപ്പിച്ചു, അപ്പോൾ തന്നെ ഇവൻ അതിനും വീഡിയോ ഇറക്കി. ചൈനയിലെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നിൽക്കുന്നത്ര ബേജാറ്, അത് ചൈനയുടെ പ്രശ്നമല്ലേ? സൗദി അറേബ്യയിൽ പാമ്പിനെ കണ്ടെന്നും പറഞ്ഞ് ഇവൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. സത്യത്തിൽ അത് പാമ്പായിരുന്നില്ല, നീളമുള്ള പൈപ്പായിരുന്നു. അതിനെയാണ് ഇവൻ പാമ്പെന്നും പറഞ്ഞ് അവതരിപ്പിച്ചത്. ആ വീഡിയോയ്ക്ക് താഴെ പലരും വന്ന് പൊങ്കാലയിട്ടപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നു അത് പാമ്പല്ല പൈപ്പാണെന്നും പറഞ്ഞുകൊണ്ട്. ഇനി ഇറാഖിൽ മണൽപ്പുഴ ഒഴുകുന്നു എന്ന് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ഇവൻ വീഡിയോ ഇറക്കി. ഇറാഖിൽ എന്ത് വേണമെങ്കിലും ഒഴുകട്ടേന്നേ, നിനക്ക് വീഡിയോ ഇറക്കേണ്ട ആവശ്യം എന്താ? ആഫ്രിക്കയിൽ ജലപൂത്തിരി ഉണ്ടെന്ന് കേട്ടപ്പോൾ അതിനും ഇവൻ വീഡിയോ ഇറക്കി. വർഗീയ വികാരം ഇളക്കി വിട്ടതിന് സക്കീർ നായിക്കിനെതിരെ മലേഷ്യൻ പോലീസ് കേസെടുത്തപ്പോൾ അതിനും ഇവൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഏതോ ഗൾഫ് രാജ്യത്തിരുന്ന് ആരോ അവിടുത്തെ ഭരണാധികാരികളെ വിമർശിച്ചതിനും കുരുപൊട്ടി വീഡിയോ ഇറക്കിയിട്ടുള്ള ആളാണ് ഇവൻ. മലേഷ്യയുടെ കറൻസിയിൽ ഗണപതിയുടെ പടമുള്ളതിനും ഇവൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. മലേഷ്യക്കാർ അവരുടെ കറൻസിയിൽ ഇഷ്ടമുള്ള ഫോട്ടോ വയ്ക്കിട്ട് നിനക്കെന്താ പ്രശ്നം? ഇറാനിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പ്രാകൃത ശിക്ഷയ്ക്കെതിരെ കേരളത്തിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ അന്നേരം അവരെ പരിഹസിച്ച് കളിയാക്കിക്കൊണ്ട് അതിനും ഇവൻ വീഡിയോ ഇറക്കും. പിന്നെ തുർക്കിയിൽ എർഡോഗ് ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയാൽ അതിനെ ന്യായീകരിക്കാനും ഇവൻ വീഡിയോ ഇറക്കും. ബാംഗ്ലൂരിൽ മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയപ്പോൾ അതിനെ ന്യായീകരിച്ചും ഇവൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ കലാപത്തെക്കുറിച്ചുള്ള ഇവൻ്റെ ഈ വീഡിയോയ്ക്കുള്ള മറുപടി ഞങ്ങൾ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യത്തിനും വീഡിയോ ഇറക്കുന്ന, ഇസ്ലാമിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുട്ടിന് വീഡിയോ ഇറക്കുന്ന ഇവൻ, പക്ഷേ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേചനം അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായാൽ പോലും വായിൽ പഴം തിരികെ മിണ്ടാതിരിക്കും. അത് കാണുമ്പോൾ ഇവൻ്റെ പ്രേക്ഷകരിൽ ബുദ്ധിയും ബോധമുള്ള ഏതൊരാളും, വളരെ കുറവാണ് അങ്ങനെയുള്ള ടീമുകൾ, ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സും പ്രേക്ഷകരും ഒക്കെ കമൻസുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും നമുക്ക്. ബുദ്ധിയും ബോധമൊന്നും ഏഴായാലത്ത് കൂടി പോയിട്ടുള്ള ടീമുകളല്ല, എന്നാലും പിന്നെ ചിലതൊക്കെ കാണുമല്ലോ ഇത്തിരിയെങ്കിലും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾ വന്നിട്ട് ചോദിക്കും, എന്താ മരിയ ഷഹബാസിനെ കുറിച്ച്, ആ വിഷയത്തെ കുറിച്ച് എന്താ വീഡിയോ ഇറക്കാത്തത്, എന്താ മിണ്ടാത്തതെന്ന്. മുസ്ലിങ്ങളായ വേറെ എത്ര യൂട്യൂബേഴ്സ് ഇവിടെയുണ്ട്, അവരുടെയൊക്കെ വീഡിയോകൾക്ക് കീഴിൽ പോയി ഒരൊറ്റ ആളും ചോദിക്കുന്നില്ല മരിയ ഷഹബാസിനെ കുറിച്ച് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. ആരും ചോദിക്കുന്നൊന്നുമില്ല. ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ കാരണം ഇവ മുസ്ലിം ആയതുകൊണ്ടല്ല, അത് ഇവൻ നിരവാദം പുറത്തെടുക്കുന്നതാണ്. ഇവ മുസ്ലിം ആയതുകൊണ്ടല്ല, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ചെയ്ത കാര്യത്തിന് മലയാളി മുസ്ലിമായവൻ സമാധാനം പറയണം എന്ന് വെച്ചിട്ടുമല്ല. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ മലയാളികളായിരിക്കുന്ന എല്ലാ മുസ്ലിം യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പോയിട്ട് അത് ചോദിക്കേണ്ടതാണ്. ലോകത്ത് മുസ്ലിങ്ങൾ എന്ത് കൊള്ളരുതായ്മകൾ കാണിച്ചാലും അതിനൊക്കെ ന്യായീകരിച്ച് വീഡിയോ ഇറക്കുന്ന ഒരുത്തനാണ് ഈ അറേബ്യൻ ജിഹാദി എന്നുള്ളത് കൊണ്ടാണ് അവൻ ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത്. ഇവ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ദിമ്മിക്കുള്ള അവാർഡിന് എന്തുകൊണ്ടും അർഹയായ സുനിത ദേവദാസും ആ അവാർഡിന് വേണ്ടി സുനിതയോട് ഇഞ്ചോടിഞ്ച് പോരാടുന്ന താര ടോജോ അലക്സും ഒക്കെ സമാനമായ ചോദ്യം നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ എന്താ മരിയ ഷഹബാസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാത്തത് എന്നുള്ളത്. കാരണം അവരും ഇവനെ പോലെ തന്നെ ഇസ്ലാമിനെ താങ്ങി നടക്കുന്നവരാണ്. ഇസ്ലാമിനൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ന്യായീകരിച്ച്, മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന കണ്ടാൽ ടിപ്പു സുൽത്താനെയൊക്കെ ന്യായീകരിച്ച് വീഡിയോ ഇറക്കുന്ന ടീമുകളാണ് ഇവർ. അപ്പം അങ്ങനെയുള്ളത് ആൾക്കാരായതുകൊണ്ടാണ് അവരോടും ചോദിക്കുന്നത്, അല്ലാണ്ട് അവർ മുസ്ലിങ്ങളായതുകൊണ്ടൊന്നല്ല. സുനിത ദേവദാസും താര ടോജോ അലക്സൊന്നും മുസ്ലിങ്ങളൊന്നുമല്ല. അപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? സുനിത ദേവദാസിനോട് താര ടോജോ അലക്സിനോടാണോ ചോദിക്കേണ്ടത്? പക്ഷെ അവരും ഈ ചോദ്യം നേരിടേണ്ടി വന്നു. കാരണം ഇതാണ്, ഇവരൊക്കെ ഈ കാറ്റഗറി വരുന്നവരാണ്. ഈ സുനിത ദേവദാസും താര ടോജോ അലക്സും ഒക്കെ ദിമ്മികളായി പോയതുകൊണ്ട് ഇവനെ പോലെ ഇരവാദം പറഞ്ഞ് കരയാൻ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. അവർ ഈ ചോദ്യം നേരിടുന്നുണ്ട്. ഏതായാലും നമുക്ക് അറേബ്യൻ ജിഹാദിയുടെ കരച്ചിൽ തുടർന്ന് കേൾക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻസ് എത്ര തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു നാമധാരികൾ എത്ര കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ബ്ലാക്ക് മെയിലിംഗ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഹിന്ദുക്കളും കുറ്റവാളിയാവുമോ? എന്തായാലും വേണമല്ലോ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആണല്ലോ. ലോകത്തിന്റെ അറ്റത്ത് വല്ല മുസ്ലിം നാമധാരി ഒന്ന് എന്ത് തന്നെ ചെയ്താലും അത് ഫുള്ള് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ അതിന് ഉത്തരവാദിയാണ്.
അറേബ്യൻ ജിഹാദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തൊരു ഹിന്ദു എന്തെങ്കിലും അതിക്രമം ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഒരൊറ്റ ഹിന്ദുവും വരില്ല. ഒരു ക്രിസ്ത്യാനി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഒരൊറ്റ ക്രിസ്ത്യാനിയും വരില്ല. നേപ്പാളിൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ബുദ്ധിസ്റ്റുകളോടോ ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ അതിക്രമം കാണിച്ചാൽ അത് അതിക്രമമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നേ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു സാധാരണ ഹിന്ദു പറയുകയുള്ളൂ. അതുപോലെ അമേരിക്കയിൽ ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യൂറോപ്പിൽ ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എന്തെങ്കിലും വിവേചനം കാണിച്ചാൽ അത് ബൈബിളിന് നിരക്കാത്ത പ്രവൃത്തിയാണ്, അത് ചെയ്യരുത്, അത് അനീതിയാണെന്നേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ക്രിസ്ത്യാനികൾ പറയുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ജിഹാദികളുടെ സ്വഭാവം അതല്ലല്ലോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്ത കേട്ടപ്പോഴേക്കും നീ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ എടുത്തത് എന്തുകൊണ്ടാണ് ജിഹാദി? അവർ ഞമ്മൻ്റെ ആൾക്കാരായതുകൊണ്ടല്ലേ? നിനക്ക് ചോറ് ഇവിടെയാണെങ്കിലും കൂറ് അവിടെ ആയതുകൊണ്ടല്ലേ? വർഗീയത നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ടല്ലേ? ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ത് തണ്ടിത്തരം ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാണ് നിന്റെ പ്രേക്ഷകർ പോയി ചോദിക്കേണ്ടത്, മരിയ ഷഹബാസിനെ കുറിച്ച് നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്? നീ ഇങ്ങനെയുള്ള ഈ വർഗീയതയൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഞമ്മൻ്റെ ആൾക്കാരുടെ തെണ്ടിത്തരം ന്യായീകരിക്കുന്നത് അവസാനിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല ജിഹാദി. അത് നീ ആദ്യം മനസ്സിലാക്കുക. അതായത് നമുക്ക് വീണ്ടും ഈ അറേബ്യൻ ജിഹാദിയുടെ വാക്കുകൾ കേൾക്കാം. എന്തായാലും വെള്ളം അങ്ങനെ വാർത്ത വന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയെന്ന് അറിയണമല്ലോ, ഇത് സത്യാവസ്ഥ വല്ലതും ഉണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ വാർത്തയുടെ ഉറവിടം ഇന്ത്യയാണെന്ന് മനസ്സിലായി. ഏതൊരു വെബ്സൈറ്റ് എടുത്താലും അത് അവസാനം കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ വെബ്സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ട്വിറ്റർ ആയിരിക്കും, ഇന്ത്യൻ ഫേസ്ബുക്ക് ആയിരിക്കും, ഇന്ത്യക്കാർ ഉണ്ടാക്കണായിരിക്കും. ഓപ്പ് ഇന്ത്യ, അങ്ങനെ എന്തോ ഓപ്പ് ഇന്ത്യ, അതാണ് ഏറ്റവും അധികം സെർച്ച് എഞ്ചിനിൽ വരുന്നത്. ഓപ്പ് ഇന്ത്യ നോക്കുമ്പോൾ എന്താണ്, BJP IT സെല്ലിന്റെ വെബ്സൈറ്റ് ആണ് ഇതൊക്കെ. BJP IT സെൽ ക്രിയേറ്റ് ചെയ്യുന്ന നിരവധി വ്യാജ വെബ്സൈറ്റ് ഉണ്ട് അവർക്ക് ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു ട്രിക്കാണ്, അത് അമേരിക്കക്കാരിൽ നിന്ന് പഠിച്ചതായിരിക്കാനേ വഴിയുള്ളൂ. അറേബ്യൻ ജിഹാദി പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടത് മരിയ ഷഹബാസിന്റെ കേസ് ഇന്ത്യയിലെ BJP IT സെല്ലിന്റെ ഗൂഢാലോചനയാണെന്നാണ്. അതിന് പറയുന്ന ന്യായീകരണം ഈ വാർത്തയുടെ ഉറവിടം ഇന്ത്യയാണത്രേ. ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും അത് അവസാനം കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഇന്ത്യയിലാണത്രേ. പ്രൊപ്പഗണ്ട ടെക്നിക്കിൻ്റെ ഭാഗമായി BJPക്കാർ ഉണ്ടാക്കിയ ഇന്ത്യൻ ട്വിറ്ററും ഇന്ത്യൻ ഫേസ്ബുക്കും ഇന്ത്യൻ വെബ്സൈറ്റുകളൊക്കെയാണ് ഈ വാർത്തയുടെ സോഴ്സ് എന്ന ഇവൻ പറയുന്നത്. തീർന്നില്ല, BJPക്കാർ മാത്രമല്ല, കുരിശുകൃഷിക്കാരുടെ വെബ്സൈറ്റുകളും പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടി BJPക്കാരോടൊപ്പം അരയും തലയും മുറുക്കി രംഗത്തുണ്ടെന്നാണ് അറേബ്യൻ ജിഹാദി പറയുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അതുപോലെ തന്നെ കുറെ കുരിശുകൃഷി വെബ്സൈറ്റുകളുണ്ട്. അതിലാണ് പിന്നെ ഈ വാർത്ത നന്നായിട്ട് നല്ല മസാല തേച്ച് നല്ല ചൂടാക്കിയിട്ട് കാണുക കുരിശുകൃഷിക്കാരുടെ വെബ്സൈറ്റിലാണ്. അപ്പൊ അത് നിരവധി ഉണ്ട്. പിന്നെ ഈ ജിഹാദി പറയുന്നത് മലയാളികൾ മുഴുവൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്നാണ്. പിന്നെ മലയാളികളുടെ ഇടയിലാണ് ഈ വാർത്ത അതിഭയങ്കരമായിട്ട്. കാരണം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കണതിൽ ഏറ്റവും മുൻപന്തിൽ എത്തി നിൽക്കുകയാണ് പോയി. കേരളത്തിലെ നിരീശ്വരവാദികളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി BJP IT സെല്ലിന്റെ ഈ വ്യാജ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ഈ ജിഹാദിയുടെ അടുത്ത കരച്ചിൽ. കേരളത്തിലെ നിരീശ്വരവാദികൾ അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവരെല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെയാണ് അവർ ആഞ്ഞടിക്കുന്നത്. ഈ വാർത്ത ഇങ്ങനെ കോപ്പി പേസ്റ്റ് പിന്നെ മലയാളത്തിൽ ഓരോ പോസ്റ്റർ അത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എന്തോ ഒരു ഭയങ്കര സാധനം സംഭവിക്കുന്നുണ്ടേ എന്നും പറഞ്ഞ് കാണിക്കാം. സത്യത്തിൽ ഇവന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്തെങ്ങുമുള്ള ജിഹാദികൾ ഒരുപോലെ അനുഭവിക്കുന്ന തീവ്രമായ അരക്ഷിതബോധമാണ് ഇവന്റെ പ്രശ്നം. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഇസ്ലാമിൻ്റെ ശത്രുക്കളെന്നാണ് ഇവൻ്റെ ചിന്ത. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും മുസ്ലിങ്ങളല്ലാത്ത മലയാളികളുമൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന ചിന്തയിലാണ് ഇവൻ കാലം കഴിക്കുന്നത്. പ്രമാണം പഠിച്ച എല്ലാ മുസ്ലിങ്ങളുടെയും ചിന്ത ഇത് തന്നെയാണ്. ഹദീസുകളൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ചിന്ത ഇത് തന്നെയാണ്. ഈ അരക്ഷിതത്വ ബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഹദീസാണ്. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, അവസാന നാളുകളാകുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെ വരും. സർപ്പം അതിൻ്റെ മാളത്തിൽ അഭയം തേടുന്നത് പോലെ ഇസ്ലാം ഹിജാസിൽ മാത്രമായി, അതായത് മക്കയിലും മദീനയിലും മാത്രമായി ചുരുങ്ങുമെന്ന് ഹദീസ് ഉണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ, മുഹമ്മദിൻ്റെ ആ കാലം മുതൽ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മരണശേഷം മുതൽ ഇന്ന് വരെയുള്ള ജിഹാദികളെല്ലാം ഈ ഒരു പ്രവചനം കാരണം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്.
തമിഴിലൊരു ചൊല്ലുണ്ട്, മിരണ്ടവൻ കണ്ണിൽ ഇരുണ്ടതെല്ലാം പേയെന്ന്. അതായത് ഭയന്നിരിക്കുന്നവൻ്റെ, പേടിച്ചിരിക്കുന്നവൻ്റെ കണ്ണിൽ കറുത്തതെല്ലാം അവന് പ്രേതമായിട്ട് തോന്നുമെന്നുള്ളതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. ആ ചൊല്ല് പോലെയാണ് ജിഹാദികളുടെ അവസ്ഥ. നാട്ടുകാർ മുഴുവൻ ഇസ്ലാമിനെതിരെയാണ്, അന്യമതക്കാർ മുഴുവൻ ഇസ്ലാമിനെതിരെയാണ്, ലോകം മുഴുവൻ ഇസ്ലാമിനെതിരെയാണ് എന്ന് ചിന്തിച്ച് പേടിച്ചാണ് ഇവർ നടക്കുന്നത്. ഉള്ളിൽ സമാധാനമില്ല. ഉള്ളിലുള്ള ആ സമാധാനക്കേടാണ് അവർ ലോകം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച സ്വീഡനിലും കുറച്ച് സമാധാനം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൻ്റെ വീഡിയോകളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ അരക്ഷിത ബോധവുമായി നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ആരെയും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മീഡിയ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അത് BJP-ക്കാരുടെ ചാനലാണ്, അത് ഹിന്ദുക്കളുടെ ചാനലാണ്, അത് ക്രിസ്ത്യാനികളുടെ ചാനലാണ്, അത് മലയാളികളുടെ ചാനലാണ്, അത് നിരീശ്വരവാദികളുടെ ചാനലാണെന്നും പറഞ്ഞ് ആ വാർത്തകളൊക്കെ ഇവർ തള്ളിക്കളയുന്നത്. കാരണം ഇവരുടെ ഉപബോധ മനസ്സിൽ ശക്തമായി പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ് ലോകം മുഴുവനും മുസ്ലിമിനെതിരെ നിൽക്കുകയാണ്, എല്ലാ മതക്കാരും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയാണ് എന്നുള്ളത്. അറേബ്യൻ ജിഹാദി ഈ ചാനലുകളിൽ വന്ന വാർത്തകളെല്ലാം തള്ളുമ്പോൾ യാതൊരു ചോദ്യവും പറച്ചിലുമില്ലാതെ അവൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായ മുസ്ലിങ്ങൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അതാണ്. അറേബ്യൻ ജിഹാദിയുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റു മതക്കാരെ എത്രമാത്രം അവിശ്വസിച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ ജീവിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. അവിടെ കണ്ട കുറച്ച് കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. സത്യാവസ്ഥ പുറത്തറിയിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടും മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഒരാളും ചോദിക്കാൻ വരില്ല എന്ന് ഇരവാദം പറഞ്ഞുകൊണ്ടും ഇതൊക്കെ സംഘികളുടെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ടും ഈ വാർത്ത പുറത്തുവിട്ടവർ ചെറ്റകളും കള്ളവാർത്ത ചമയ്ക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടും സംഘി തള്ളൽ ആണെന്ന് പറഞ്ഞുകൊണ്ടും കുരിശ് കൃഷിക്കാർ സംഘികൾക്ക് കൂട്ടിക്കൊടുക്കുന്നവർ ആണെന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള കള്ളക്കഥകൾ മെനയുന്നതിലൂടെ സംഘികളും കുരിശ് കൃഷിക്കാരും ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടും സത്യം പറയാൻ പടച്ചവൻ നിങ്ങൾക്ക് ഇനിയും അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സംഘികളുടെയും കുരിശ് കൃഷിക്കാരുടെയും യുക്തിവാദികളുടെയും എല്ലാ കള്ളപ്രചരണങ്ങളും തെളിവുകൾ ശേഖരിച്ച് പൊളിച്ചടക്കിയ ഈ അറേബ്യൻ ജിഹാദിക്ക് ബിഗ് സല്യൂട്ട് അടിച്ചുകൊണ്ടും ഈ വാർത്ത കേട്ട് പാകിസ്ഥാനികളെ വെറുത്തുപോയ ആമിനയ്ക്ക് അറേബ്യൻ ജിഹാദിയുടെ ന്യായീകരണ വീഡിയോ കണ്ടതോടെ ആശ്വാസം ലഭിച്ചതിനെക്കുറിച്ചും അങ്ങനെ പല വിധത്തിൽ അവിടെ കമൻ്റിട്ട മുസ്ലിങ്ങളെല്ലാം മറ്റു മതക്കാരുടെ വാർത്താ ചാനലുകളൊന്നും തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ചെയ്തത്. ഈ വിഷയത്തെപ്പറ്റി ഫോബ്സ് മാഗസിനിലും ടെലഗ്രാഫിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ദി ഹിന്ദുവിലും വന്ന വാർത്തകളോ പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകരോ പാകിസ്ഥാൻ മനുഷ്യാവകാശ പ്രവർത്തകരോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വാർത്തകളോ ഒന്നും തന്നെ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും ഈ അറേബ്യൻ ജിഹാദി പറഞ്ഞത് മാത്രമേ തങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നുമാണ് അവർ കമൻറ്റിലൂടെ പറയാതെ പറഞ്ഞത്. ഇതെന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ അരക്ഷിതബോധം അത്ര വലുതാണ്. കാരണം ഹദീസ് ഉണ്ടല്ലോ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ പ്രവാചകൻ പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇവരത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മെക്കിട്ടേക്ക് വരുന്നത്. നമ്മൾ ഇവരെ തല്ലണമെന്നോ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല. മറ്റെല്ലാവരുമായിട്ട് ഒരു സഹവർത്തിത്വത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ ബാക്കിയുള്ള എല്ലാവരും തന്നെ. തങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കുന്ന താല്പര്യമുള്ള വിശ്വസിക്കട്ടെ, വരട്ടെ എന്നുള്ളതല്ലാതെ നശിപ്പിക്കണം, മറ്റുള്ളവരെ നശിപ്പിച്ച് ഞങ്ങൾ മാത്രം ഇവിടെ നിലനിൽക്കണം എന്നുള്ള ചിന്ത മറ്റൊരു മതക്കാർക്കും ഇല്ല. പക്ഷേ ഇവർക്കതുള്ളതിൻ്റെ കാരണം ഇതാണ്. മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഇസ്ലാമിനെതിരെ വരും അന്ത്യകാലത്ത്. എന്നിട്ട് ഇസ്ലാമിനെതിരെ എല്ലാവരും വരുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ഇസ്ലാം ചുരുങ്ങി മക്കയിലും മദീനയിലും ഹിജാസിലും മാത്രമായിട്ട് ഒതുങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പുള്ളി ഒരു കള്ളപ്രവചനം നടത്തിയതിന് ഇന്ന് വരെ 1400 കൊല്ലത്തോളമായി ഇന്ന് വരെ ലോകത്ത് മറ്റ് അന്യമതസ്ഥരും മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ആൾക്കാർ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവരുടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾ ഇപ്പോഴൊക്കെ ഈ 20-23 നൂറ്റാണ്ടുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മുമ്പത്തൊക്കെ നമ്മൾ ചരിത്രമൊക്കെ നോക്കിയാൽ കാണാം, ഭയങ്കരമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വഴി കൂടെ നടന്നു വരുന്ന ഒരു ഹിന്ദുവിനെയൊക്കെ വെട്ടിക്കൊന്നു കളഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. മാപ്പിള ജിഹാദിൻ്റെ ചരിത്രം, മലബാറിൽ നടന്ന മലബാർ ജിഹാദിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. ഒരു കാരണവുമില്ലാതെ വെറുതെ വഴി കൂടെ നടന്നു വരുന്നവരെ ഒരു എമ്പ്രാന്തിരി കുളത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാവിലെ പൂജയ്ക്ക് പോകാൻ വേണ്ടി. അതിരാവിലെ ആ കുളത്തിലിട്ട് വെട്ടിക്കൊന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞതിൻ്റെ ആ ആയത്തുകളുടെയൊക്കെ പ്രതിഫലനമാണത്. അപ്പോൾ ഇവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വെച്ചാൽ ഇതാണ് പേടി, ഉള്ളിൽ പേടിയാണ്. ഇവരെല്ലാം ഞങ്ങൾക്കെതിരെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവരെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഒരുത്തൻ 1400 കൊല്ലം മുമ്പ് ഒരു കള്ളപ്രവചനം അങ്ങ് നടത്തിയിട്ട് അവൻ്റെ പാട്ടിന് പോയി, നരകത്തിലേക്ക് അങ്ങ് അവൻ പോയി. പക്ഷെ അവൻ്റെ അനുയായികൾ
ഈ ഒരു കള്ളപ്രവചനത്തിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം നരകതുല്യമാക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വിശ്വസിക്കുന്ന വർഗീയ വിഷം നിറഞ്ഞ ഇത്തരം പ്രേക്ഷകരാണ് ഈ അറേബ്യൻ ജിഹാദിയുടെ കരുത്തെന്ന് പറയുന്നത്. താൻ എന്ത് നുണ പറഞ്ഞാലും മുസ്ലിം ആണെന്നുള്ള ഒറ്റ കാരണത്താൽ മദ്രസ പൊട്ടന്മാരായ തൻ്റെ മുസ്ലിം പ്രേക്ഷകർ തൊണ്ട തൊടാതെ അതെല്ലാം മെഴുകിക്കൊള്ളൂ എന്നിവനറിയാം. അതുകൊണ്ടാണ് ഇത്ര പച്ചയ്ക്ക് നുണ പറഞ്ഞിവൻ വീഡിയോ ഇറക്കാൻ ധൈര്യപ്പെടുന്നത്. നമുക്ക് അവൻ്റെ വീഡിയോയുടെ ബാക്കി കാണാം. പക്ഷെ ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ, ഈ വ്യാജമായ ഈ BJP IT സെല്ല് പോലത്തെ ഈ വെബ്സൈറ്റിൽ അല്ലാതെ ഒരു എടുത്ത് പറയാവുന്ന ഒരു പത്രം പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരൊറ്റ ഗോദി മീഡിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ അറിയോ, ഇത് വ്യാജ വാർത്തയാണ്. അപ്പോൾ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ പാകിസ്ഥാനിൽ നിരവധി ജേർണലിസ്റ്റ് ഇരിക്കുകയാണ്. ഇവൻ പറയുന്നത് കേട്ടോ, BJP IT സെല്ലിൻ്റെ അല്ലാതെ പുറത്തുള്ള എടുത്തു പറയാവുന്ന ഒരു പത്രം പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഈ ജിഹാദി പറയുന്നത്. തൻ്റെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങളാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവൻ ഇത്രയ്ക്ക് ധൈര്യത്തിൽ ഈ നുണ പറയാൻ തയ്യാറാകുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മാധ്യമങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടോ. ഇതാ ടെലഗ്രാഫ് പത്രം, UK ടെലഗ്രാഫ് പത്രം, ആഗോളപരമായിട്ട് വിശ്വാസ്യതയുള്ള ഒരു പത്രമായിട്ട് നിൽക്കുന്നതാണത്. ആ പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോബ്സ് മാഗസിൻ, അതും ആഗോളപരമായി തന്നെ വിശ്വാസ്യതയുള്ള ഒരു മാഗസിനാണ്, അവരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ persecution.org, അതൊരു ക്രിസ്ത്യൻ സൈറ്റാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ, പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ക്രൈസ്തവരെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുന്ന ക്രൈസ്തവ ചാനലാണത്. അത് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന് പറയുന്ന സംഘടനയുടെ സൈറ്റാണ്. അപ്പോൾ ആ persecution.org അത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത. ഈ persecution.orgയുടെ റിപ്പോർട്ടുകളൊക്കെ അമേരിക്കൻ ഗവൺമെൻറ് വരെ ആധികാരികമായി തന്നെ അവർ എടുക്കുന്നതാണെന്ന് ആലോചിച്ചോളണം. ഒരു സർക്കാർ ആധികാരികമായി തന്നെ സ്വീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ജിഹാദ് വാച്ച്, അവരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകയായ നൈല ഇനായത്ത് ഈ വാർത്ത ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന ACN ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ACNൻ്റെ വാർത്തയും ഇതുപോലെ തന്നെ പല സർക്കാരുകളും ഔദ്യോഗിക രേഖയായിട്ട് തന്നെ അവർ സ്വീകരിക്കാറുള്ളതാണ്, അവരുടെ സർവേ റിപ്പോർട്ടുകളൊക്കെ. അപ്പോൾ ഇത്രയധികം ഉണ്ട്, ഇത്രയധികം വിശ്വസനീയമായ ചാനലുകൾ അല്ലെങ്കിൽ മാഗസിനുകൾ, പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഈ അറേബ്യൻ ജിഹാദി പറയുന്നത് ഇത് BJP IT സെല്ലിൻ്റെ വാർത്തയാണ്, അതിന് പുറത്തുള്ള ആരും ഇതുവരെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഈ വാർത്തയുടെ സോഴ്സ് ഇന്ത്യൻ വെബ്സൈറ്റുകളാണ്, ഇന്ത്യയിൽ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്നാണ് പറയുന്നത്. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചാൽ ഇതല്ല, ഇതിലധികവും ഇവനെ പോലെയുള്ളവർ ചെയ്യുമെന്നുള്ളതിന് വേറെ തെളിവെന്തെങ്കിലും വേണം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഫോബ്സ് മാഗസിനൊക്കെ ഒറിജിനൽ ഫോബ്സ് മാഗസിനല്ല, വ്യാജ ഫോബ്സ് മാഗസിനാണെന്നാണ് ഇവൻ പറയുന്നത്. ആ ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. ക്ലിക്ക് ചെയ്താൽ കിട്ടുക ഈ വാർത്തയാണ്. ആ വാർത്ത എന്ത് തന്നെയാണോ BJP IT സെല്ലിട്ടത് അതായിരിക്കും നമുക്ക് കാണുക. അപ്പൊ നമ്മൾ വിശ്വസിക്കും ചെയ്യും, അങ്ങനത്തെ രൂപത്തിൽ ഇട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് സ്വരാജ് ഇന്ത്യ, ഓപ്പ് ഇന്ത്യ, ഇത് വ്യാജ ഫോർബ്സ്, അതുപോലെ BBC വ്യാജം, അതുപോലെ എല്ലാതും വ്യാജാണ്. BBC എഴുതിണ്ടാവും, അതിന്റെ അടിയിലേക്കും താഴേക്കൊന്നും നോക്കി ഒന്നും കാണൂല, ഈ വാർത്ത മാത്രമേ കാണുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക ബ്ലോഗ്, ചുരുക്കം പറയുന്നതൊക്കെ ബ്ലോഗാണ്, വെബ്സൈറ്റ് പോലും അല്ല. മരിയ ഷഹബാസിന്റെ കേസ് BBC റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ പറഞ്ഞില്ല BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒറിജിനൽ BBC അല്ല, BBCയുടെ വ്യാജ സൈറ്റാണെന്ന് ഇവൻ പറഞ്ഞു. പക്ഷേ BBC മരിയ ഷഹബാസിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. പാകിസ്ഥാനിൽ ഓരോ വർഷവും ധാരാളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുകയും നിർബന്ധിത മതപരിവർത്തനം നടത്തുകയും ബലമായി അവരെ വിവാഹം കഴിക്കുകയും അവരെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള BBCയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അവർ വേറെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ മരിയ ഷഹബാസിൻ്റെ കേസ് BBC റിപ്പോർട്ട് ചെയ്തതായി ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് 1 മണിക്കൂറിലധികം സമയം BBC മരിയ ഷഹബാസിനെ കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചിലവാക്കി നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. എന്നാൽ ഫോബ്സ് മാഗസിൻ മരിയ ഷഹബാസിനെ കുറിച്ചുള്ള വാർത്ത ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ ഫോബ്സ് അല്ല, വ്യാജ ഫോബ്സ് മാഗസിനാണെന്നാണ് ഇവൻ പറയുന്നത്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഫോബ്സ് മാഗസിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റാണ്. ആ സൈറ്റിൽ നിന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് മരിയ ഷഹബാസിനെ കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത്. അവർ ഈ വാർത്ത എടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിൻ്റെ വെബ്സൈറ്റായ persecution.org-യിൽ നിന്നാണ്. ഇത് ഫോബ്സ് മാഗസിനിൽ വരുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ വാർത്തയല്ല. ഇതിനു മുമ്പും അവർ ഇത്തരം വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇത്
2019 ഒക്ടോബറിൽ ഹുമായൂനുസ് എന്ന 14 വയസ്സുകാരിയെ അബ്ദുൽ ജബ്ബാർ എന്ന മുസ്ലിം കറാച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ആരാണ് ഈ വാർത്ത തയ്യാറാക്കിയത് എന്ന് വരെ ഫോബ്സ് മാഗസിൻ കൊടുത്തിട്ടുണ്ട്. എവ്ലിന യു ഒക്കാബ് എന്ന സ്ത്രീയാണ് ഹുമായൂനുസിൻ്റെ വാർത്തയും മരിയ ഷഹബാസിൻ്റെ വാർത്തയും ചെയ്തിരിക്കുന്നത്. എവ്ലിന യു ഒക്കാബ് എന്ന സ്ത്രീ ഒരു ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമൊക്കെയാണ്. അതായത് ഊരും പേരുമില്ലാത്ത ആരോ എഴുതിയ ലേഖനം ഫോബ്സ് മാഗസിൻ അവരുടെ മാഗസിനിൽ ഇടുകയായിരുന്നില്ല ചെയ്തതെന്ന് ചുരുക്കം. ഏതൊരാൾക്ക് വേണമെങ്കിലും ഇത് കണ്ടെത്താവുന്ന കാര്യമാണ്. ഒരു അരമണിക്കൂർ പോലും വേണ്ട, കുറച്ച് സമയം ചിലവഴിച്ചാൽ മതി. നെറ്റിൽ ഗൂഗിളിൽ കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആർക്കും മനസ്സിലാവും. ഇപ്പം എനിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും, ഏതൊരാൾക്കും കിട്ടും. എന്നിട്ടും ഇതൊക്കെ വ്യാജമാണ്, ഈ ഫോബ്സ് മാഗസിൻ തന്നെ വ്യാജമാണ്, ഒറിജിനൽ ഫോബ്സ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി ഇവൻ വീഡിയോ ഇടുന്നത് എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അത് കാശിന് വിലയില്ലാത്ത ചിന്താശേഷി എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് വാങ്ങാൻ കിട്ടുക, കിലോയ്ക്ക് എത്രയാണ് വില എന്ന് ചോദിക്കുന്ന ലെവലിലുള്ള കുറേ ഫാൻസ് ഇവനുണ്ട്. ഇവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൽ 3/4 അങ്ങനെയുള്ള പൊട്ടന്മാരാണ്. അവരാണ് ഇവൻ്റെ ബലം. താൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതൊന്നും ചെക്ക് ചെയ്യാതെ, തിരിച്ചൊരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ ഈ മണ്ടന്മാരായ സബ്സ്ക്രൈബേഴ്സ് എല്ലായിടത്തും ഷെയർ ചെയ്ത് അത് വൈറലാക്കിക്കോളും എന്നുള്ള കാര്യം ഇവനറിയാം. അതുകൊണ്ടാണ് ഫോബ്സ് മാഗസിനെ വരെ വ്യാജനാണെന്ന് ഇവൻ പറയുന്നത്. ആ ധൈര്യത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരുത്തിനും ഇത് പറയില്ല. അവർക്കറിയാം തൻ്റെ പ്രേക്ഷകർ ബുദ്ധിയും വിവരമുള്ള ചിന്താശേഷിയുള്ള പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പൊങ്കാല ഇടുമെന്നുള്ള കാര്യം ഏതൊരുത്തിനറിയാം. അവരാരും ഇത് ചെയ്യാൻ ധൈര്യപ്പെടില്ല. പക്ഷെ ഇവൻ അത് ചെയ്തതിൻ്റെ കാരണം അവൻ്റെ ഫാൻസായിട്ട് അവിടെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ടീമുകളുണ്ടല്ലോ, അവർ ബുദ്ധിയും ബോധവും വിവരവും എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത ടീമുകളാണെന്ന് ഇവന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. ഏതായാലും നമുക്ക് ഇവൻ്റെ അടുത്ത ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. ഇസ്ലാമിനെയും പാകിസ്ഥാനെയും വെള്ളപൂശാൻ വേണ്ടി ഈ ഇമ്രാൻ കുഞ്ഞ് അതിനകത്ത് വളരെയധികം കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമാണ്. ദേശീയ മതം ഇസ്ലാമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യക്കുള്ള അതേപോലെ ഒരു പീനൽ കോഡ് ഉണ്ട്, ഭരണഘടന ഉണ്ട്, ചട്ടങ്ങൾ പാലിക്കണം, കോടതികളുണ്ട്, പാർലമെന്റിൽ MP-മാരെ തിരഞ്ഞെടുക്കുകയാണ്, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, MLA-മാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, ഇലക്ഷനാണ്, ജനാധിപത്യ രീതിയാണ്. ഇന്ത്യയുടെ അതേപോലത്തെ ജനാധിപത്യമാണ് അവിടെയുള്ളത്. അവിടെ അങ്ങനെ തോന്നിയ പോലെ വാർത്തകൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റൊന്നുമില്ല. അവിടെ നിരവധി പത്രക്കാരുണ്ട്, വിസിൽ ബ്ലോവർമാരുണ്ട്, ജനാധിപത്യവാദികളുണ്ട്. അവിടെ അങ്ങനെ തോന്നിയ പോലെ മുസ്ലിം ഒരു തെറ്റ് ചെയ്താലും മറച്ചു വെക്കാനും പറ്റൂല. അവിടുന്ന് എത്രയോ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, എത്രയോ ലോകമെമ്പാടും വാർത്തയാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു വാർത്ത മാത്രം കാണണമെങ്കിൽ നമ്മൾ ലെൻസ് വെച്ച് തിരയണം. അവിടെ പോലീസിലും പട്ടാളത്തിലും ഒക്കെ സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരു ഇരുണ്ട രാജ്യമല്ല, ഒരു അന്ധകാരത്തിന്റെ രാജ്യമല്ല. ഇന്ത്യയിലിരുന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ ആ കാലം കഴിഞ്ഞു. ഇന്ന് ജനങ്ങൾക്ക് ബോധം വന്ന് ഗൾഫിൽ പോയാൽ 400 ഫ്രണ്ട്സാണ് പാകിസ്ഥാനികൾ. നല്ല പാലും തേനും ഒഴുകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് കൂടി അങ്ങ് പറഞ്ഞുകൂടായിരുന്ന? അതെന്താ പറയാതിരുന്നേ? അതും കൂടി അങ്ങ് തള്ളു. പാകിസ്ഥാനെ വെള്ളപൂശുന്ന സമയത്ത് അവൻ്റെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ്റെ ബോഡി ലാംഗ്വേജ്. ഭൂമിയിലെ സ്വർഗമാണ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലാണ് ഇവൻ പാകിസ്ഥാനെ പൊക്കി പറയുന്നത്. ചോറിങ്ങും കൂറങ്ങും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. ഗൾഫിൽ ഇവന് 400 പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് അത്രേ. അതുകൊണ്ട് ഇവൻ്റെ പാകിസ്ഥാനി ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പാകിസ്ഥാൻ നല്ല രാജ്യമാകുമോ? പാകിസ്ഥാനിൽ ന്യൂനപക്ഷ പീഡനങ്ങളൊന്നും ഇല്ല എന്ന് വരുമോ? മരിയ ഷഹബാസിൻ്റെ വാർത്ത കാണണമെങ്കിൽ നമ്മൾ ലെൻസ് വെച്ച് തിരയണമെന്നാണ് ഈ ജിഹാദി പറയുന്നത്. നമ്മൾക്കല്ല, നിനക്കും നിന്നെപ്പോലുള്ള ഇമ്രാൻ കുഞ്ഞുങ്ങൾക്കും ലെൻസ് വെച്ച് തിരയേണ്ടി വരും. കാരണം ഈ സെലക്റ്റീവ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അത് നിനക്കൊക്കെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. അത് ബാധിച്ച് നടക്കുന്നവരാണ് നീയും നിൻ്റെ ചാനലിൻ്റെ 3/4 വരുന്ന മദ്രസ പൊട്ടന്മാരായ നിൻ്റെ സബ്സ്ക്രൈബേഴ്സും. അതുപോലെയല്ല ഞങ്ങൾക്ക് മരിയ ഷഹബാസിൻ്റെ വാർത്ത അറിയാൻ സ്വതന്ത്ര ചാനലുകൾ ഇഷ്ടം പോലെയുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള മാധ്യമ പ്രവർത്തകരും പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ക്രൈസ്തവ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത പങ്കുവച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത ഷെയർ ചെയ്യേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പം വലിയ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി. അത് വെറും പുകയാണ്. ലോകത്ത് പത്രപ്രവർത്തകരുടെ ജീവന് ഏറ്റവും ഭീഷണിയുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് പാകിസ്ഥാൻ്റെ സ്ഥാനം.
പത്രപ്രവർത്തകരുടെ ശവപ്പറമ്പ് എന്ന് തന്നെ പറയാവുന്ന ഒരു രാജ്യമാണത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 33 പത്രപ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. യുനെസ്കോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ 62 പത്രപ്രവർത്തകർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2019 മാത്രം 7 ജേർണലിസ്റ്റുകളാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പം വലിയ കാര്യത്തിൽ പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതാണ് അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ അവരുടെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യമതക്കാരോട് ഇടപെടുന്ന കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്താൽ അത് പ്രസിദ്ധീകരിക്കാൻ പത്രമുതലാളിമാർക്ക് ഒട്ടും താല്പര്യമില്ല. ഒന്നുകിൽ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടറുടെ കാര്യം പോക്കാണ്, അവനെ കൊല്ലും. അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ മാതൃഭൂമി പത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം നമ്മളൊക്കെ കണ്ടതല്ലേ എന്താണെന്നുള്ളത്. ഇപ്പോൾ ന്യൂനപക്ഷമായ കേരളത്തിൽ ഇവരിങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ പ്രേക്ഷകർ അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാരണങ്ങൾ കൊണ്ടാണ് അവിടുത്തെ പല പത്രമുതലാളിമാരും ഇത്തരം വാർത്തകൾ പത്രത്തിൽ കൊടുക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തത്. പക്ഷെ ചില പത്രപ്രവർത്തകർ ജീവന് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ജേർണലിസത്തിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ജേർണലിസത്തിൻ്റെ ആന്തരിക സത്ത അത് മുറുകെ പിടിച്ചുകൊണ്ട് അവർ വാർത്തകൾ ശേഖരിക്കും. പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കില്ല എന്ന് കാണുമ്പോൾ അവരത് അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തുവിടും. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകൾ അറിയാൻ ഞങ്ങളെപ്പോലുള്ളവർ പാക് പത്രങ്ങളെക്കാളധികം പാകിസ്ഥാനിലെ പത്രപ്രവർത്തകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. കൊല്ലം ഒരു 8-10 ഇൻ്റർനെറ്റൊക്കെ ജനകീയമായി കഴിഞ്ഞതിന് ശേഷം 8-10 കൊല്ലത്തോളമായി ഞങ്ങൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നത്. അവിടെ നിന്നുള്ള വാർത്തകൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രമാത്രം രോഷം വന്നത്. അത്ര രോഷം വന്നതിൻ്റെ കാരണം ആ വാർത്തകൾ കൃത്യമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. മറിയ ഷഹബാസിൻ്റെ കേസ് പാകിസ്ഥാനിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, കുറേ നാളുകളായി ഞങ്ങൾ ഫോളോ ചെയ്യുന്നെന്ന്. ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പാകിസ്ഥാനിലെ ഏറ്റവും പ്രമുഖമായ പത്രമാണ് ദ ഡോൺ എന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1941 ന്യൂഡൽഹിയിൽ നിന്ന് ആഴ്ചപ്പതിപ്പായിട്ടാണ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. പിന്നീട് മുഹമ്മദ് അലി ജിന്നയുടെ നിർദ്ദേശപ്രകാരം ഈ പത്രം അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ജിഹ്വയായി മാറി. പാകിസ്ഥാൻ സ്ഥാപിതമാകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിച്ച പത്രം ഇതായിരുന്നു. പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോൾ ഈ പത്രം ഡൽഹിയിൽ നിന്നും കറാച്ചിയിലേക്ക് അവരുടെ ആസ്ഥാനം മാറ്റി. പാകിസ്ഥാനിലെ ഏറ്റവും പഴക്കമേറിയതും ഇപ്പോഴും മുൻനിരയിലുള്ളതുമായ ഇംഗ്ലീഷ് ഭാഷാ പത്രമാണ് ഡോൺ എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പേർ വായിക്കുന്ന ഇംഗ്ലീഷ് പത്രം എന്ന റെക്കോർഡ് ഡോണിന് സ്വന്തമാണ്. അതായത് പാകിസ്ഥാൻ്റെ ദേശീയ പത്രം എന്ന് തന്നെ പറയാം. ആ ഡോൺ പത്രത്തിനകത്ത് 2014 ഏപ്രിൽ 8 വന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇത് കണ്ടോളൂ. പാകിസ്ഥാനിൽ ഓരോ വർഷവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 1000-ഓളം സ്ത്രീകൾ നിർബന്ധിത വിവാഹത്തിന് വിധേയരാകുന്നു എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. പത്രം ഡോണാണേ. ഡോണിനെ പിടിച്ച് BJP IT സെല്ലിൻ്റെ പത്രമാക്കാൻ നോക്കരുത് ഇമ്രാൻ കുഞ്ഞെ. നിൻ്റെ കൂടെയുള്ളവർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നിൻ്റെ കൂടെയുള്ളവരിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയും ബോധമുള്ളവന്മാരുണ്ടെങ്കിൽ അവർ തന്നെ നിന്നെ കണ്ടം വഴി ഓടിക്കും. ഡോൺ വെറുതെ അങ്ങ് ഒരു വാർത്ത കൊടുത്തതല്ല ഇത്. മൂവ്മെൻറ്റ് ഫോർ സോളിഡാരിറ്റി ആൻഡ് പീസ് ഇൻ പാകിസ്ഥാൻ അഥവാ MSP എന്ന പാകിസ്ഥാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ സർവേ റിപ്പോർട്ടാണ് അവർ വാർത്തയായി കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷവും 1000-ഓളം സ്ത്രീകൾ, 700-ഓളം ക്രിസ്ത്യൻ സ്ത്രീകളും 300-ഓളം ഹിന്ദു സ്ത്രീകളും തട്ടിക്കൊണ്ടുപോകപ്പെട്ട് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി തീർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയവനെയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയവനിൽ നിന്ന് തങ്ങളെ വില കൊടുത്ത് വാങ്ങിയവനെയോ വിവാഹം കഴിക്കേണ്ടി വരുന്നു എന്ന് ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഡോൺ വാർത്ത കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട് ഒരു കാര്യം. സത്യത്തിൽ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ സ്കെയിൽ ഇതിനേക്കാൾ വളരെ വലുതായിരിക്കാം. കാരണം നിരവധി കേസുകൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ നിയമപാലകർ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമില്ല എന്നാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോൺ പറയുന്നത്.
പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾ നടത്തുന്ന ഈ ക്രൂരതയ്ക്കെതിരെ പല മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. BBC, ആഗോള പ്രശസ്തമായിരിക്കുന്ന അന്തർദേശീയ മാധ്യമമായിരിക്കുന്ന BBC ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ദ ഹിന്ദുവിൽ ഇതേ വിഷയത്തെപ്പറ്റി വാർത്ത വന്നിട്ടുണ്ട്. ദി അറ്റ്ലാന്റിക്കിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ കണ്ടോ? ഇന്ന് ഹിന്ദു നാളെ മുസ്ലിം എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ. അതായത് പാകിസ്ഥാനിൽ ഇന്ന് ഹിന്ദു ആയിരിക്കുന്ന ഒരുത്തൻ നാളെ മുസ്ലിം ആകാതെ നിവൃത്തിയില്ല. അത് ഇസ്ലാം ഭയങ്കര ഉന്നതമായതുകൊണ്ടാവും ഇസ്ലാം സ്വീകരിക്കുന്നതല്ല, അങ്ങനെ മുസ്ലിം ആകുന്നതൊന്നുമല്ല. നിർബന്ധിതമായിട്ട് അവനെ ഞെരുക്കിയിട്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇന്ന് ഹിന്ദു നാളെ മുസ്ലിം എന്ന്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കണേ. ഇതിനകത്ത് 13 വയസ്സുള്ള സനാ ജോണിനെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയതിനെ പറ്റിയും പരാതി കൊടുക്കാൻ പോയ സനാ ജോണിൻ്റെ പിതാവിനോട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു മകളെയും തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ പറ്റിയൊക്കെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. വോയിസ് ഓഫ് പാകിസ്ഥാൻ മൈനോറിറ്റിയുടെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ അതിനകത്തും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഈ പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലിനെയും നിർബന്ധിത മതപരിവർത്തനത്തെയും കുറിച്ചുള്ള ട്വീറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും. ടൈംസ് ഓഫ് ഇന്ത്യ ഈ വിഷയത്തെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പത്രമാണ്, നമുക്കറിയാവുന്നതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഈ വിഷയത്തെപ്പറ്റി വാർത്ത കൊടുത്തിരിക്കുന്നു. ന്യൂസ് ഇൻ്റർവെൻഷനിൽ പാകിസ്ഥാനിലെ മൈനോറിറ്റി അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്. ഇതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. മഞ്ഞുമലയുടെ ഒരറ്റം നമ്മൾ പുറമേക്ക് കാണുന്നത് മാത്രം. ഇതിലും ഭയാനകമായിട്ട് ഭീകരമായിട്ടാണ് താഴോട്ടുള്ളത്. ഇഷ്ടം പോലെ കേസുകൾ പാകിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചിലത് സാമ്പിളിന് കാണിക്കാം. ഇത് ഹുമായൂനിസ് എന്ന 14 വയസ്സുകാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവളെക്കുറിച്ച്. ഹോപ്സ് മാഗസിനിൽ വാർത്ത വന്നതാണ്. മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തി ഇവളെ കല്യാണവും കഴിപ്പിച്ചു. മരിയ ഷഹബാസിൻ്റേതുപോലെയുള്ള ഒരു ക്യാമ്പയിൻ ഇവളുടെ പേരിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഇപ്പോഴും അയാളുടെ ഭാര്യയായിട്ട് ഇവൾ കഴിയുകയാണ്. ഇപ്പോൾ 15 വയസ്സുണ്ടാകും. ഇത് മഹ്ഫിഷ് മാസിഹ് എന്ന 14 വയസ്സുകാരിയാണ്. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണം ചെറുപ്പത്തിലെ പഠനം നിർത്തി വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരുന്ന മഹ്ഫിഷിനെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു. അവളുടെ വീട്ടിലേക്ക് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊറിയർ വഴി അവർ അയച്ചു കൊടുക്കുകയായിരുന്നു. അവളുടെ കേസ് അന്വേഷിക്കാനോ അവളെ രക്ഷപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾക്കൊന്നും പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായില്ല. ഈ മഹ്ഫിഷിനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ പിതാവ് അവിടുത്തെ വീടും സ്ഥലമൊക്കെ വിറ്റു, പണം ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ വീടും സ്ഥലമൊക്കെ വിറ്റ് ഇവളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറകെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവന്മാർ പോയിട്ട് അയാളെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ളത് കൊണ്ട് ധാരാളമായിട്ട്, അതായത് പരാതി കൊടുക്കാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ മറ്റേ മകളെയും കൂടി തട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഈ പിതാവിനെ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലേക്ക് വെടിവെച്ച് കൊല്ലുന്ന ഈ സംഭവം ഉള്ളതുകൊണ്ട് ഭൂരിഭാഗം കേസുകളിലും പരാതി കൊടുക്കാനേ പോവുകയില്ല. ഭൂരിഭാഗം കേസുകൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ MSPയുടെ സർവേ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡോൺ പറഞ്ഞത് ഇത് യഥാർത്ഥ സ്കെയിൽ ഇതിനേക്കാളും അധികമായിരിക്കുമെന്ന്. ഇത് മരിയ സർഫറാസ് എന്ന 11 വയസ്സുകാരിയാണ്. ഇപ്പോൾ 11 വയസ്സല്ല, അതിനേക്കാളും കൂടുതലുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവൾക്ക് 11 വയസ്സേ ഉള്ളൂ. മരിയയെ തട്ടിക്കൊണ്ടുപോയി പല പുരുഷന്മാർ 3 ദിവസത്തേക്ക് കൂട്ടബലാത്സംഗത്തിന് ഇവളെ വിധേയയാക്കി. 11 വയസ്സുള്ള കുട്ടിയെ. ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് നേരെയുള്ള വധഭീഷണിയും മറ്റും കാരണം കേസ് കോടതിയിൽ നിന്ന് ബലമായി തന്നെ അവർ തീർപ്പാക്കി. ഞങ്ങൾക്ക് പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുപോയി. ഇത് ചന്ദ്രി കോൽഹി എന്ന ഹിന്ദു പെൺകുട്ടിയാണ്. ഇവളെയും തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് ബലമായി മതം മാറ്റിച്ച് കല്യാണം കഴിപ്പിച്ചിരിക്കുകയാണ്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടും ഒരു ക്യാമ്പയിനും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇപ്പോഴും അയാളുടെ ഭാര്യയായിട്ട് തന്നെ കഴിയുന്നു. ഇത് നമ്രത ചാന്ദിനി എന്ന ഹിന്ദു പെൺകുട്ടിയാണ്. വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് ഇവൾ കൊല്ലപ്പെടുകയായിരുന്നു. ആ കൊലപാതകത്തെ ആത്മഹത്യയാക്കാനുള്ള ശ്രമമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിലും മെഡിക്കൽ കൺസൾട്ടൻ്റായ ചാന്ദിനിയുടെ സഹോദരൻ്റെ ഇടപെടൽ നിമിത്തം അത് കൊലപാതകമാണെന്ന് തെളിയുകയും ആ മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികളെ ഇവളുടെ കൊലയാളികളെന്നുള്ള ഇത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇത് 2019 ആഗസ്റ്റ് മാസത്തിൽ പാകിസ്ഥാനിലെ ഒരു സിഖ് പുരോഹിതൻ്റെ മകളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് നിർബന്ധ മതം മാറ്റം നടത്തി കല്യാണം കഴിപ്പിച്ചതിൻ്റെ കേസാണ്.
അവളുടെ വീട്ടുകാർ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു. നിങ്ങൾക്കത് യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് കിഷ്വാർ എന്ന 13 വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ 56 വയസ്സുകാരൻ ബലാത്സംഗം ചെയ്തതിനെക്കുറിച്ചുള്ള കേസാണ്. ഇനിയുണ്ട് ഇതുപോലെയുള്ള കേസുകൾ ഇഷ്ടം പോലെ പാകിസ്ഥാനിൽ നിന്നുള്ളത്. വികലാംഗയായ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതും, വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരികളായ 6 പുരുഷന്മാർ 13 വയസ്സുള്ള പ്രേമി ഭീൽ എന്ന ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വെളിമ്പ്രദേശത്തിട്ട് രാത്രി മുഴുവൻ ബലാത്സംഗം ചെയ്തതും, അവളുടെ വീട്ടുകാർ രാത്രി മുഴുവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്, അയൽ വീടുകളിലൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി നടന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ അതുപോലെയുള്ള മറ്റനേകം പേരുടെ കഥകൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങളൊക്കെ അനാവശ്യമായിട്ട് പ്രയോജനരഹിതമായ എത്രയെത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത്. എത്രയോ മണിക്കൂറുകൾ അനാവശ്യമായിട്ട് ഇതിനകത്തൊക്കെ സമയം ചെലവഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി ഈ വിഷയത്തെക്കുറിച്ച്. അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്. ഇത് കാശ്മീരിലും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാത്രമല്ല, കാശ്മീരിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. നാളെ കേരളത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സത്യത്തിൽ വധഭീഷണി മറ്റു കാര്യങ്ങളൊക്കെ വിടുക, അതിനെക്കുറിച്ച് ഞങ്ങൾ ഒട്ടും ബേജാറാകുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനേക്കാളും പ്രശ്നമുള്ളത് എൻ്റെ ജീവൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ അത്ര ഒരു വിധത്തിൽ എനിക്കൊരു വിഷയമായിട്ട് അത് തോന്നുന്നില്ല. അതല്ല, ഞാൻ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ അടുത്തെത്തും. 100% എനിക്ക് അത് ഉറപ്പാണ്. അത് തിരുവചനം നൽകുന്ന ഉറപ്പാണ്, ബൈബിൾ നൽകുന്ന ഉറപ്പാണ്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആത്മാവ് അവിടെ ആയിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പേടിക്കുന്നില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴാണെങ്കിൽ എൻ്റെ പഴയ 10ാം ക്ലാസ്സിലെ സുഹൃത്തുക്കളുടെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് എന്നെ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ എന്നെ കണ്ടുപിടിച്ച് നമ്പർ ഒക്കെ ശേഖരിച്ച് അതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്തു. അധികവും മുസ്ലിം സുഹൃത്തുക്കളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പലരുടെയും ഉള്ളിൽ നമ്മളോടൊരു വെറുപ്പുണ്ടാവും. ഞാൻ എന്താ ഇസ്ലാമിനെ ഇങ്ങനെ കയറി ആക്രമിക്കുന്നത്, മുസ്ലിങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടാവും. എനിക്ക് ഈ സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. സൗഹൃദങ്ങളൊക്കെ എനിക്ക് വിലപ്പെട്ടതാണ്. നഷ്ടപ്പെടാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്ന ആളല്ല. ഒരു സൗഹൃദം കിട്ടിക്കഴിഞ്ഞാൽ അത് പരമാവധി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ബന്ധങ്ങളിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് വിഷമമുണ്ടാക്കുന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, അവിടെ ഇന്ന് നടക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, നാളെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കരുത്, എൻ്റെ മക്കൾക്ക് സംഭവിക്കരുത്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അവർക്ക് സംഭവിക്കരുത്. ഞങ്ങളുടെ സഭയിലെ കുട്ടികൾ, എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ മക്കൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ അയൽവക്കക്കാരായിരിക്കുന്നവരുടെ മക്കൾ, ഇവർക്കൊന്നും ഇത് സംഭവിക്കരുത്. ആ ഒരു ചിന്ത കൊണ്ടാണ്. ഇത് മാത്രമല്ല, ഈ ജിഹാദിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും ഭൂരിപക്ഷമായി കഴിയുമ്പോൾ എന്താണ് സ്ഥിതിയെന്ന്. ഒരുവിധം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഉള്ള മുഖംമൂടിയൊക്കെ മാറ്റും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഹാഗിയ സോഫിയ വിഷയം വന്നപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖംമൂടി പതുക്കെ മാറ്റി തുടങ്ങുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇനി മറ്റവരെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിവിടെ അല്പം ശക്തിപ്പെട്ടു വരികയാണ്. രാഷ്ട്രീയപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, പിന്നെ ബ്യൂറോക്രസി അതിനകത്തുള്ള അങ്ങനെ എല്ലാ ലെവലിലും ഞങ്ങൾ പതുക്കെ ശക്തിപ്പെട്ടു വരികയാണ്. ഇനി ഇവരെ അടുത്ത് അധികം ആശ്രയിക്കേണ്ട കാര്യമില്ല, മുഖംമൂടി ചെറുതായിട്ട് മാറ്റാം. ഇങ്ങനെ അവർ ആ ഫുൾ സ്ട്രെങ്ത്തിലെത്തി കഴിയുമ്പോൾ കംപ്ലീറ്റ് മുഖംമൂടി മാറ്റും. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളടക്കം അന്ന് മനസ്സിലാക്കും. അപ്പോൾ മനസ്സിലാവും. ഞങ്ങൾ 10-20 വർഷത്തിലധികമായിട്ട് ഇത് പഠിക്കുന്നത് കൊണ്ട്, ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുകയും ഇസ്ലാമിക ചരിത്രമൊക്കെ പഠിക്കുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളും കൂടി. സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടംപോലെ സമയം ചിലവഴിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ന്യൂനപക്ഷത്തിൽപ്പെട്ട പെൺകുട്ടികളെ മുസ്ലിങ്ങൾ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്ലാമിലേക്ക് നിർബന്ധ മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നതിനെതിരെ ഇടയ്ക്കിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിഷേധ റാലികളൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതെല്ലാം BJPയുടെ IT സെല്ലിൻ്റെ വ്യാജപ്രചരണമാണ്, സത്യത്തിൽ ഉള്ളതല്ല എന്നൊക്കെ ഈ അറേബ്യൻ ജിഹാദി പറയുമ്പോൾ ചിന്താശേഷിയുള്ള, തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള ഏതൊരുത്തനാണ് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നത്? ആർക്കും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക? വിവരങ്ങൾ വിരൽത്തുമ്പിലിരിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിലും ഇതുപോലെയൊക്കെ നുണ പറയാൻ, തക്കിയ പ്രയോഗിക്കാൻ ഇവന് ധൈര്യം കിട്ടിയത്
മന്ദബുദ്ധികളായ അണികൾ എന്തിനും ഏതിനും കൂടെയുണ്ടാകുമെന്നുള്ള ചിന്തയിൽ നിന്നാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി നിർബന്ധിത വിവാഹം നടത്തുന്നവരെല്ലാം സ്ഥിരം പിന്തുടരുന്ന ഒരു പാറ്റേൺ ഉണ്ട് എന്ന് ഈ MSPയുടെ അന്വേഷണത്തിൽ അവരുടെ സർവേയിൽ അവർ കണ്ടെത്തുകയുണ്ടായി. സ്ഥിരം പാറ്റേൺ, ഒരു വ്യത്യാസമില്ല. അത് ഡോൺ പത്രം അങ്ങനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. 12 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾ, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊണ്ട് നിർബന്ധമായി ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് ഒന്നുകിൽ തട്ടിക്കൊണ്ടുപോകുന്നയാളെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ കുട്ടികളെ വാങ്ങുന്നവരെയോ വിവാഹം കഴിപ്പിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇരയായ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം സാധാരണയായി മിണ്ടാതിരിക്കുകയാണ് പതിവ്. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെയും കൂടി ഇവർ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലെയൊക്കെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് പൊതുവെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് പതിവ്. എന്നാൽ ചിലരങ്ങനെയല്ല, കേസിന് പോകും. ധൈര്യപൂർവ്വം അവർ കേസിന് പോകും. തങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ബലാത്സംഗം നടന്നെന്നൊക്കെ പറഞ്ഞ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് കൊടുക്കും. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ ആളുണ്ടല്ലോ, ഇവനെന്താ ചെയ്യാമെന്നറിയാമോ? പെൺകുട്ടിയെ പ്രതിനിധീകരിച്ച് അവനും ഒരു കൗണ്ടർ കേസ് കൊടുക്കും. അതായത് ഈ പെൺകുട്ടിയെ കൊണ്ട് വെള്ള പേപ്പറിൽ ആദ്യമേ ഒപ്പിട്ട് വാങ്ങും. അത് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നത്. ഒപ്പിട്ട് വാങ്ങിയിട്ട് പിന്നെ ബാക്കി ഇവർ എഴുതി ചേർക്കുകയാണ്. അതായത് എനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, ഞാനൊരു സ്വതന്ത്ര വ്യക്തിയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് ഈ വ്യക്തിയെ ഞാൻ സ്നേഹിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിച്ചിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചതിലും ഈ വ്യക്തിയെ വിവാഹം കഴിച്ചതിലും എൻ്റെ വീട്ടുകാർക്ക് വളരെയധികം എതിർപ്പുണ്ട്. അപ്പോൾ എന്നെ തിരിച്ച് എങ്ങനെയെങ്കിലും ക്രിസ്തുമതത്തിലേക്ക് പുനഃമതപരിവർത്തനം നടത്തിക്കാനാണ് വീട്ടുകാർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി പോലീസിന് ഒരു കൈക്കൂലിയൊക്കെ കൊടുത്ത് പോലീസുകാർ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരോടൊപ്പമാണ് നിൽക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ വളരെ ഹറാസ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ദയവായി കോടതി ഇങ്ങനെയുള്ള ഈ ഹറാസൊക്കെ അവസാനിപ്പിക്കാൻ പോലീസിനോട് പറയണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ കൗണ്ടർ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തിനകത്ത് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയ ഒരു വ്യക്തിയെ ഇസ്ലാം ഉപേക്ഷിപ്പിച്ച് പഴയ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞൊരു കേസ് വന്നാൽ പോലീസും കോടതിയും എടുക്കുന്ന നിലപാട് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ അല്ലേ? അപ്പോൾ ഈ പാറ്റേണിനെ കുറിച്ച് അന്ന് 2014, അതായത് 6 വർഷം മുമ്പ് സർവേ, ഈ MSPയുടെ സർവേ റിപ്പോർട്ട് അനുസരിച്ച് 2014 ഏപ്രിൽ മാസത്തിലെ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിരുന്ന, ഇന്നും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ്റെ നാവായിരിക്കുന്ന ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഈ സെയിം പാറ്റേൺ. അവരെല്ലാ കേസുകളിലും അനുവർത്തിക്കുന്ന സെയിം പാറ്റേൺ എന്ന് പറയുന്നത്. കൊല്ലം 6 കഴിഞ്ഞിട്ടും 2020 ഇതേ തന്ത്രം തന്നെയാണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും സിഖുകാരോടും കാണിക്കുന്നത്. നാം നേരത്തെ കണ്ടു, മരിയ ഷഹബാസിനെ കുറിച്ചുള്ള ആ ജിഹാദി ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കഥ തന്നെ. ഈ അറേബ്യൻ ജിഹാദിയുടെ വീഡിയോയിലും അവനും പറയുന്നത് ഇതേ കഥ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നതാവേ? കൊല്ലം 6 കഴിഞ്ഞാൽ പുതിയ കഥകൾ ചമയ്ക്കാനൊന്നും പറ്റുകയല്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 6 കൊല്ലം മുമ്പ് പറഞ്ഞത് ഈ കഥ 2020 എത്തിയിട്ട് ഇത് തന്നെ. 2030, 2040, 2050 50 ആകുമ്പോഴേക്കും അവിടെ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷം അവിടെ ഉണ്ടാവാമോ ദൈവത്തിനറിയാം. പക്ഷെ ഉണ്ടെങ്കിൽ അന്നും ഇതേ കഥ തന്നെ ഇവർ പറയുകയുള്ളൂ. ഇത് ഡോൺ പത്രത്തിൽ മാത്രമല്ല, വേറെയും പത്രങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ ടുഡേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1000-ഓളം പെൺകുട്ടികൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ 700, ഹിന്ദു പെൺകുട്ടികൾ 300, പിന്നെ കുറച്ച് സിഖ് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വരുന്നത്, ഇതൊക്കെ 700, 300 എന്നൊക്കെ പറഞ്ഞാൽ കൃത്യം കണക്കല്ല, ശരാശരിയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കും. അതുകൊണ്ടാണ് അവർ 1000-ഓളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1000+ 1000-ലധികം എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1000-ലധികം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം. പാകിസ്ഥാൻ ടുഡേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക് വേൾഡ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഡേൺ ഡിപ്ലോമസി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പോട്ടെ, ആഗോള സുടുക്കൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അവരുടെ സ്വന്തം അൽ ജസീറ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതെല്ലാം BJP IT സെല്ലിൻ്റെ പത്രങ്ങളാണെന്ന് പറഞ്ഞ് നാളെ ഈ ഇമ്രാൻ കുഞ്ഞൊരു വീഡിയോ ഇറക്കിയാൽ അതിന് കീഴിലും വന്ന് മാഷാ അള്ള പറയുന്ന മദ്രസ പൊട്ടന്മാരായ സബ്സ്ക്രൈബേഴ്സാണ് ഇവനുള്ളത്. ഇവൻ്റെ വ്യൂവേഴ്സ് അങ്ങനെയുള്ള മന്ദബുദ്ധികളാണ്. കാരണം അവറ്റകൾക്ക് അത്രയേ വിവരമുള്ളൂ. കാര്യകാരണ ബോധത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് മദ്രസയിൽ പഠിക്കുന്ന കാലത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞവന്മാരാണ്. അക്കാര്യം അറേബ്യൻ ജിഹാദിക്ക് നന്നായിട്ടറിയാം. ആ തിരിച്ചറിവാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇറക്കാൻ ഇവന് ധൈര്യം കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന മതഭ്രാന്ത് പിടിപെട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് ഇസ്ലാം മതത്തിനകത്ത് ജനിച്ചു വീണതിനാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഇസ്ലാമായി തുടരുന്ന, മറ്റ് മതസ്ഥരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അടുപ്പത്തിലുമൊക്കെ കഴിയുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. ഇവനെപ്പോലെയുള്ളവരുണ്ടല്ലോ, അവർ നിങ്ങളുടെ പുക കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ പോലും ഇവൻ യാതൊരു ഒളിപ്പുമില്ലാതെ കള്ളം പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനെ ന്യായീകരിക്കാൻ മതഭ്രാന്ത് പൂത്ത മുസ്ലിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുമുണ്ട്. അവനാ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തെറ്റുണ്ട്, ഇതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അവിടെ കമൻ്റ് ഇട്ടാൽ പിന്നെ അവനെ ചാണകസംഖ്യയാക്കലായി, കുരിശുകൃഷിക്കാരനാക്കലായി, അങ്ങനെ ചീത്ത പറഞ്ഞ് അവനെ പിന്നെ മിണ്ടാതിരിപ്പിക്കലാണ്. പിന്നെ അവൻ ജമ്മത്തൊരു കമൻ്റ് അവിടെ ഇടുകയില്ല. ആ വിധത്തിൽ അവനെ ആക്രമിക്കും, വളഞ്ഞിട്ട് ആക്രമിക്കും. അപ്പം ഇതൊക്കെ കാണുന്ന മറ്റ് മതക്കാർ നിങ്ങളെയും കൂടി സംശയത്തിൻ്റെ കണ്ണുകളിലൂടെയേ വീക്ഷിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവന്മാരൊക്കെ ഈ ചെയ്യുന്നതുണ്ടല്ലോ, അതിൻ്റെ അനന്തരഫലം ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇത് നിങ്ങളെപ്പോലുള്ളവർക്ക് മതഭ്രാന്തൊന്നുമില്ലാതെ മറ്റ് മതക്കാരോടൊക്കെ വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിഞ്ഞു പോകുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾ, പ്രമാണങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ദോഷമായിട്ട് വരും. കാരണം ഇതൊരു ഭയങ്കര ധ്രുവീകരണം സംഭവിക്കും. മറ്റ് വിഭാഗക്കാർ, അമുസ്ലിങ്ങളുണ്ടല്ലോ, അവർ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. അതൊരു ധ്രുവീകരണം. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ധ്രുവീകരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വർഗീയ ലഹള എങ്ങാനും ഉണ്ടാകട്ടെ, ഭയങ്കരമായിരിക്കും അതിൻ്റെ അനന്തരഫലം. ഇപ്പോൾ ഒരു വർഗീയ ലഹള ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ കേരളത്തിനകത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം എല്ലാ മതക്കാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സ്നേഹിതന്മാരാണ്. എങ്ങനെയാണ് അവർക്കെതിരെ നമുക്ക് ആയുധം എടുക്കാൻ തോന്നുന്നത്? സ്വാഭാവികമായിട്ടും പരിചയക്കാരും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് അധികം അങ്ങനെ പുറത്തേക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോവില്ല. പരമാവധി അത് ഇല്ലാതാക്കാൻ നോക്കും, പെട്ടെന്ന് ഇല്ലാതാക്കാൻ നോക്കും. എന്നാൽ അവരവർ ഓരോ സെക്ഷനായിട്ട് ജീവിക്കാൻ തുടങ്ങി വെച്ചാൽ മുസ്ലിങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ, മുസ്ലിങ്ങളെല്ലാം വേറെ എന്നുള്ള നിലയിലേക്ക് അങ്ങ് മാറിക്കഴിയുമ്പോൾ മുസ്ലിം ബെൽറ്റുകളിൽ നിന്ന് അമുസ്ലിങ്ങൾ മാറിപ്പോകുന്നു. അമുസ്ലിം ബെൽറ്റുകളിൽ മുസ്ലിങ്ങൾക്ക് സ്ഥലം വിൽക്കുന്നില്ല, വീട് വിൽക്കുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു കഴിയുമ്പോൾ, മുസ്ലിങ്ങൾക്ക് അവിടെ വാടകയ്ക്ക് പോലും സ്ഥലം കൊടുക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ മുസ്ലിങ്ങൾ ഒരു ഇതായിട്ട് മാറും, ഒരു പോക്കറ്റ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വേറെ പോക്കറ്റ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സൗഹൃദമൊന്നും ഉണ്ടാകുകയില്ല. ഒരു ലഹളയൊക്കെ പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു പരിചയമില്ലാത്തവനാ മുസ്ലിമിനെ സംബന്ധിച്ച് ഹിന്ദുവും ക്രിസ്ത്യാനിയും. ഹിന്ദുക്കളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കൊലപാതകങ്ങളുടെ എണ്ണം പെരുകും, ഭയങ്കരമായിരിക്കും. ലഹള നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പോകും. ആ സ്ഥിതിയിലേക്കൊക്കെ എത്തും ഇവന്മാർ ഇനിയും ഇതുപോലെ തുടർന്നുകൊണ്ടിരുന്ന. അപ്പോൾ ഇവനെപ്പോലെയുള്ളവരെ നിശബ്ദരാക്കാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അതിനിട വരാതിരിക്കട്ടെ. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യും. ഞങ്ങൾക്ക് അതിൻ്റെ നഷ്ടമുണ്ട്, നഷ്ടമൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യും. പക്ഷേ ആത്യന്തിക നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങൾ തിരിച്ചറിയുക. ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇവൻ്റെ വീഡിയോയുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി, അടുത്തൊറ്റ വീഡിയോ അല്ല, 2 വീഡിയോയിൽ അവസാനിപ്പിക്കാൻ നിന്നതാണ്. അന്നേരം കൊണ്ട് ഇവൻ അടുത്ത വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ മരിയ ഷഹബാസ് രക്ഷപ്പെട്ട് അവൾ ഇതിനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരോടൊപ്പം ഇരുന്നു കൊണ്ട് എടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ വന്നതോടുകൂടി ഇവനൊക്കെ പറഞ്ഞ് പിന്നെ പോയല്ലോ. കാരണം ഇവൾക്ക് 18 വയസ്സായി, പ്രായപൂർത്തിയായി, സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ച് അങ്ങോട്ട് പോയതാണെന്നൊക്കെ പറഞ്ഞാണ് ഇവൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വരുമ്പോൾ നിങ്ങൾക്കത് കാണാം. പക്ഷേ ആ പെൺകുട്ടി വന്ന് ഞാനിപ്പോഴും എൻ്റെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നു, എനിക്ക് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഫേക്ക് വീഡിയോ ആണ്, ഡബ് ചെയ്ത വീഡിയോ ആണ്, ആരെക്കൊണ്ടോ ചെയ്യിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അതിനും മറുപടി പറയേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ മറുപടി ഇനിയും നീണ്ടുപോകും. ഞാൻ 2 വീഡിയോയിൽ അവസാനിപ്പിക്കാമെന്ന് വെച്ചതാണ്, പക്ഷെ 2 വീഡിയോയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.